അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ പിടികൂടിയിട്ടുള്ളത് സൂറത്ത് ഫജ്ർ, വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറയാണ്. ജബ്ബാർ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം എ ജബ്ബാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എ ചിലപ്പോൾ അബ്ദ് എന്നതിൻ്റെ ഇതായിരിക്കും, അബ്ദുൽ ജബ്ബാർ. അപ്പോൾ ജബ്ബാർ എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായതുകൊണ്ട് ദൈവനിഷേധിയായ യുക്തിവാദിയായിട്ടുള്ള ജബ്ബാർ അബ്ദ് എന്നത് ഒഴിവാക്കിയിട്ട് വേറെന്തോ അർത്ഥം കൊടുത്തിട്ടായിരിക്കണം അവിടെ എ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് ഒരു കുറച്ചിലല്ലേ, മറ്റൊരാളുടെ അടിമയായി തീരുക എന്ന് പറയുന്നത് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ആ ഏക്ക് മറ്റെന്തോ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. ഏതായിരുന്നാലും നമ്മൾക്ക് അദ്ദേഹത്തെ മറ്റൊരു രീതിയിലാണ് പരിചയപ്പെടേണ്ടത്. ഒന്ന്, അദ്ദേഹം ഖുർആൻ പണ്ഡിതനാണ് എന്ന് മാത്രമല്ല, അറബി ഭാഷ പഠിച്ച് SSLC പരീക്ഷയിൽ 50 മാർക്കിന് തോറ്റ് 50 മാർക്ക് 100 മാർക്കിൽ 50 മാർക്കിന് തോറ്റിട്ടുള്ള മഹാനായിട്ടുള്ള അറബി ഭാഷാ പണ്ഡിതനാണ്. അതുപോലെ തന്നെ മഹാമനസ്കനാണ്. ആരുടെയും ഒരു കുറ്റം കുറവും പറയാത്ത വളരെ സൗമ്യനായിട്ടുള്ള, ഒരു മനുഷ്യനെയും ഉറപ്പിക്കാത്ത, ആരോടും അസൂയയില്ലാത്ത, കുശുമ്പില്ലാത്ത, ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത, സാധാരണ നമ്മൾ സാഹിദുകൾ, സർവ പരിത്യാഗികൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള പരിത്യാഗികളിൽപ്പെട്ട മഹാനായിട്ടുള്ള എ ജബ്ബാർ ഉസ്താദ് എന്നോ മൗലവി എന്നോ ഒക്കെ നമ്മൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. മാത്രമല്ല, മൂപ്പര് ഖുർആനിൽ വന്നിട്ടുള്ള ഗ്രാമറ്റിക്കൽ തെളിവുകളെ പെശകുകളെ സംബന്ധിച്ചാണ് വാചാലന വന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള സൂറത്ത് അലക്ക്, അയല, പിന്നെ ലൈല്, അതുപോലെ ളുഹ, പിന്നെ ഇൻഷിറാഹ്, ഈ സൂറത്തുകളിലൊക്കെ വന്നിട്ടുള്ള ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കുകൾ അദ്ദേഹം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തട്ടിവിടുന്നത്. എവിടെയെങ്കിലും ഇതുവരെ ഞാൻ ആ സൂറത്തുകൾക്ക് ജബ്ബാർ പറഞ്ഞ ഇതിന് മറുപടി പറയായിരുന്നു. ആ ഒരൊറ്റ സൂറത്തിൻ്റെ വിശദീകരണത്തിലും ജബ്ബാർ അവിടെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞില്ല. കാരണം അറബി പണ്ഡിതനായിട്ടുള്ള ജബ്ബാറിന് അത് കഴിയില്ലല്ലോ. കാരണം മൂപ്പര് 50% മാർക്കിലാണ് SSLC പരീക്ഷയിൽ ജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 50% തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന് കിട്ടിയത് വലിയ കുമ്പളങ്ങയാണ്. പിന്നെ അദ്ദേഹം അറബി ഭാഷയുടെ അയലത്തൊന്നും പോയിട്ടുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അയ്യൂബ് മൗലവിയായിട്ട് മലപ്പുറത്ത് വെച്ച് നടന്നിട്ടുള്ള സംവാദത്തിൽ ഇത്രയൊക്കെ അറബി പഠിച്ച ഞാൻ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ, ഞാൻ നന്നായിട്ട് അറബി പഠിച്ചിരുന്നുവെങ്കിൽ ഖുർആൻ എന്താവുമായിരുന്നു എന്നൊക്കെ വലിയ വീമ്പളക്കുന്നത്. സ്ഥിരം പല്ലവി തന്നെയാണ് അദ്ദേഹം ഈ സൂറത്തിൻ്റെ ആമുഖം, ഈ സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ കുശുമ്പായിരുന്നു, അസൂയയായിരുന്നു, ശത്രുക്കളോട് വിരോധമായിരുന്നു, വിദ്വേഷമായിരുന്നു, അവരെ തെറി പറയുകയായിരുന്നു, അവരെ അധിക്ഷേപിക്കുകയായിരുന്നു. താൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നതും തൻ്റെ ചുറ്റുമുള്ള ആളുകൾ വലിയ സമ്പന്നരാണ് എന്നതും അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ കുറേ ഇരുന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ വെച്ചിട്ടാണ് ജബ്ബാർ എന്ന ഈ ഷണ്ഠൻ എന്ന് നമ്മളൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ പറ്റി പറയാവുന്നതാണ്. ഷണ്ഠത്വം എന്ന് പറയുന്നത് മക്കളില്ലാതിരിക്കാനുള്ളത് മാത്രമല്ല, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ചേരിത്വപ്പ് നിറച്ചിട്ട് അതിലൂടെ സംഗതമല്ലാത്ത സംഗതികൾ സംസാരിക്കുകയും മാന്യന്മാരെ
സാമാന്യമായിട്ട് മാന്യതയുള്ള ആളുകളെപ്പോലും ഫലിക്കുകയും എന്നാൽ കോടിക്കണക്കിന് നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവനേക്കാൾ ജീവൻ്റെ ജീവനായി കരുതുന്ന തങ്ങളുടെ സർവസ്വത്തെക്കാൾ എല്ലാമായി കരുതുന്ന മഹാനായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ നിലക്കൊക്കെ തെറി പറയുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാര്യമായിട്ട് ഒന്നുമില്ല. അതിൽ ചില പദങ്ങൾ കൂട്ടിക്കെട്ടി ഉരുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. അതിൽ ഗ്രാമർ സംബന്ധമായിട്ട് ഒരുപാട് തകരാറുകളുണ്ട്, ഭാഷാപരമായി ഒന്നുമല്ല എന്നൊക്കെ തട്ടിവിടണമെങ്കിൽ ഒരു മനുഷ്യന് അയാളുടെ തൊലിക്കട്ടി എത്രത്തോളം ഉണ്ടാവണം. ഉളുപ്പ് എന്ന് പറയുന്ന ഒരു 3 അക്ഷരം ഉണ്ടല്ലോ മലയാളത്തിൽ. ഇതില്ലാത്ത ഒരുത്തനെ സംബന്ധിച്ച് അയാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്താണ് അയാളെപ്പറ്റി പറയേണ്ടത്? ഒരു വിധത്തിലുള്ള സിമ്പതിയും അർഹിക്കാത്ത ഒരുത്തനാണ് ഈ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ. എന്നിട്ട് അവനാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഈ പുറപ്പുറത്ത് കയറിയിട്ട് ഈ ലഭ്യങ്ങളൊക്കെ പറയണത് എന്നുള്ളതാണ്. എന്നിട്ട് പറയണത് എന്താണ്? ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പേ ദൈവം തമ്പുരാൻ എഴുതി വച്ച ഒരു ഗ്രന്ഥത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ചേർക്കുന്നത്? മനുഷ്യർക്കാർക്കും മനസ്സിലാവാത്ത എന്താണ് ഇതിൻ്റെ ഉള്ളടക്കമെന്ന് ഇവർക്കും മനസ്സിലായില്ല. മുഫസ്സിറുകൾ ഈ കാലം വരെ ചർച്ച ചെയ്തിട്ട് അവർക്കും മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിനെ അഭിശംസിക്കുന്നത്. ഈ ചങ്ങാതിക്കറിയോ, ലോകത്ത് 1400-ൽ പരം വർഷമായി ജബ്ബാറിൻ്റെ അത്ര ബുദ്ധിയില്ലെങ്കിലും മൂപ്പരാണുള്ള വലിയ ബുദ്ധിമാനും മഹാപണ്ഡിതനും. ഒരുപാട് ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരുമൊക്കെ ശാസ്ത്രകാരന്മാരടക്കം ഭൗതിക ശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലും ഒക്കെ വിൽപ്പത്തി നേടിയിട്ടുള്ള ആളുകളടക്കം വേണമെങ്കിൽ ശാസ്ത്രത്തിന് ലോകത്ത് പ്രചാരം നൽകിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകളടക്കം തങ്ങളുടെ നേതാവായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു മനീഷിയെ സംബന്ധിച്ചാണ് ഈ ഇരുകാലി ഇതൊക്കെ പറയുന്നത് എന്നതാണ് ഏറെ രസാവഹമായിട്ടുള്ള സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫജറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? വൽ ഫജർ, ഫജർ, ഫജറും എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് മുബറിൻ്റെ അറബി ഭാഷ ഗ്രാമറുമായിട്ടുള്ള പരിജ്ഞാനത്തിൻ്റെ ഊക്കാണത്. വൽ ഫജർ, ഫജറും. അറബി ഭാഷയിൽ ഇസ്മ് നാമത്തിന് നൽകുന്ന 3 രീതിയിലുള്ള ഏറാബ് എന്ന് പറയും. അതിൻ്റെ അവസാന അക്ഷരങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണത്. അകാര ഇകാരാദികളിൽ അതിന് ഒന്ന് നസ്ബ് എന്ന് പറയും, മറ്റൊന്നിന് റഫ എന്ന് പറയും, മറ്റൊന്നിന് ജറ് എന്ന് പറയും. ഈ ജറ് ഒരു ഇസ്മിന് ഒരു നാമത്തിന് ജറ് ചെയ്യണമെങ്കിൽ അതിന് കുറേ അവ്യയങ്ങളുണ്ട്. ഹുറൂഫ് എന്ന് അറബിയിൽ പറയും, ഗ്രാമറിൽ. അതിൽപ്പെട്ട ഒരു അവ്യയമാണ് വാവ്. വാവുൽ ഖസം എന്നാണ് അതിന് പറയുക, സത്യം ചെയ്യാനുള്ള വാവ്. എന്നാൽ മറ്റൊരു ഇനം അക്ഷരങ്ങൾ അവ്യയങ്ങളുണ്ട്, അതിന് ഹുറൂഫുൽ അത്ഫ് എന്ന് പറയും. അവിടെയും വാവുണ്ട്. അവിടെ വാവുൽ അത്ഫ് എന്നാണ് പറയുമെങ്കിൽ ഇവിടെ വാവുൽ ജറ്, വാവുൽ ജറ് എന്നാണ്. അപ്പോൾ ഈ വാവ് ജറ് ചെയ്യുന്ന വാവ് ആണ് ഇതിൻ്റെ ആദ്യത്തിൽ കൊടുത്തതെന്ന് പോലും, അതായത് സത്യം ചെയ്യാനുള്ള വാവാണിത് എന്ന് പോലും അറിയാത്ത ഒരുത്തനാണ് വിശുദ്ധ ഖുർആനിലെ ഗ്രാമറിലെ തകരാറിനെ സംബന്ധിച്ച് പെരുമ്പറ കൊട്ടുന്നത്. അപ്പോൾ ഇവൻ്റെ തൊലിക്കട്ടി എത്രത്തോളം ഉണ്ട്? എന്നിട്ട് അവന് വേണ്ടി കൈമുട്ടാൻ കുറേ ആളുകൾ വേറി. ഇവരൊക്കെ യുക്തിവാദികളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ യുക്തി എന്ന് പറയുന്നത് എന്താണ്? യുക്തി എന്ന് പറഞ്ഞാൽ അറബിയിലെ അഖിൽ, ബുദ്ധി എന്നാണ് പറയുക. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്തരം ആളുകൾ എവിടെയാണുള്ളതെന്നും അവരുടെ അറിവും വിവേകവും വിചാരവും അത് എത്രമാത്രം അപകടകരമാണ്, അവർക്ക് തന്നെയും അപകടകരമാണെന്ന് മാത്രമല്ല സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ പോലും ഒന്നിനും കൊള്ളരുതാത്തവർ എന്ന് വിധി എഴുതാൻ പാകത്തിലാണ് ഇത്തരം ആളുകളുടെ ഈ കോപ്രായങ്ങൾ എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവും.
അതിൽപ്പെട്ട ഒരുത്തനാണ് ഈ ജബ്ബാർ മുഹമ്മദ് ഉസ്താദ്. എന്നിട്ട് അദ്ദേഹം പറയാണ് വൽ ഫജ്ർ, ഫജ്റും പ്രഭാതവും. എന്നിട്ട് പറയുന്നത് പ്രഭാതമായി നമ്മൾ മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ വൽ ഫജ്ർ വലയാലിൻ നശ്ർ, 10 രാവുകൾ. ഈ 10 രാവുകൾ എന്താണ് എന്ന് മനസ്സിലാവില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജബ്ബാർ എന്ന മന്ദബുദ്ധിക്ക് ഇതൊന്നും മനസ്സിലാവില്ലാന്നുള്ളത്. ആ കൂട്ടത്തിൽ തന്നെയാണ് മൂപ്പര് ഇപ്പോഴും പറയുന്നത്, മനസ്സിലാവില്ല. മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ലോകത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് ശരിയാണ്. ഒന്നും മനസ്സിലാവാഞ്ഞാൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? അപ്പോൾ ആളുകൾക്കത് മനസ്സിലായിട്ടാണ് അവരതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞത്. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ 10 വയസ്സ് ദിവസം ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് നടക്കുന്നു. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എൻ്റെ മൂപ്പര് പറയണത് എന്താണ്? ജാഹിലി കാലത്തുള്ള ആചാരങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ജാഹിലി കാലഘട്ടത്തിലുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെയാണ് സത്യം ചെയ്യാനെടുത്തിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഇവൻ്റെ ഒക്കെ ഇവരെ മഹാപണ്ഡിതൻ, മഹാചരിത്രകാരൻ, മനഃശാസ്ത്രജ്ഞൻ എന്നൊക്കെ വെറുതല്ല ഇയാളെ സംബന്ധിച്ച് പറയേണ്ടി വരുന്നത്. വിശുദ്ധ ഖുർആനാകുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ എടുത്ത് ധരിച്ചുകൊണ്ടാണ് മുഹമ്മദിൻ്റെ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് തന്നെയാണ്. മുഹമ്മദിൻ്റെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ്, അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ ഈ ഖുർആനിക വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വൈദഗ്ധ്യത്തോടു കൂടിയാണ് ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനഃശാസ്ത്ര സംബന്ധപരമായിട്ട് വിശകലനം നടത്തുന്നതെന്നുള്ളതാണ്. എന്നാൽ ഇത് 1400 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജബ്ബാർ ഇങ്ങനെ മനഃശാസ്ത്രപരമായിട്ടുള്ള വിശകലനം നടത്തുമ്പോൾ ജബ്ബാറിനെ സംബന്ധിച്ച് അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ. അവൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ നേരിട്ട് കേൾക്കുകയാണ്. ആ പ്രസംഗങ്ങൾ തൻ്റേതല്ല എന്ന് ജബ്ബാർ പറയണമില്ല. ഖുർആൻ ക്ലാസ് അടക്കം മുഹമ്മദ് നബി പറഞ്ഞത് ഖുർആൻ എൻ്റേതല്ല, അത് അള്ളാഹുവിൻ്റേതാണെന്ന്. എന്നിട്ട് ആ ഖുർആൻ എടുത്തിട്ടാണ് മുഹമ്മദ് നബിയുടെ മനഃശാസ്ത്ര വിശകലനം നടത്തണമെങ്കിൽ ജബ്ബാറിൻ്റെ പ്രസംഗം എടുത്തിട്ട് ജബ്ബാറിൻ്റെ മനഃശാസ്ത്രപരമായിട്ട് വിശകലനം നടത്തിയാൽ ഇവൻ ഏത് ചാണകക്കുഴിയിലേക്കാണ് ഇവൻ എടുത്തെറിയേണ്ടത് എന്ന് സാധാരണഗതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏത് മനുഷ്യനും ബോധ്യമാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ജബ്ബാർ എന്ന് പറയുന്ന ഈ മനുഷ്യനെ മനഃശാസ്ത്രപരമായി വിശകലനം നടത്തിയാൽ മനസ്സിലാവുന്ന ഒരു സംഗതി, ഈ മനുഷ്യന് ഈ യുക്തിവാദം പിടിപെട്ടതിന് ശേഷം ഇസ്ലാമിനോടുള്ള കലിപ്പ് മാത്രമേ അയാളുടെ മനസ്സിലുള്ളൂ. ഇസ്ലാമിലുള്ള ഒരു കാര്യവും നന്മയായിട്ട് അയാൾ കാണില്ല എന്ന് മാത്രമല്ല, വല്ല നന്മയും ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരുമ്പോൾ പോലും അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപകർഷതാബോധവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിനെയൊക്കെ തള്ളിക്കളയുന്നിടത്താണ് ജബ്ബാറുള്ളത്. അത് ഈ സൂറത്തുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അതിനെ സംബന്ധിച്ച് പറയാം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിൻ്റെ അവസ്ഥ. മനഃശാസ്ത്രപരമായി ജബ്ബാറിന് മനഃശാസ്ത്രം പറയാമെങ്കിൽ പിന്നെ നമുക്ക് മനഃശാസ്ത്രം പറഞ്ഞുകൂടാത്തത്. അപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് ജബ്ബാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ തനി കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയേണ്ട അത്രയ്ക്ക് മാനസികമായിട്ട് വിഭ്രാന്തിയും വിദ്വേഷവും അസൂയയും പകയും കുശുമ്പും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഇരുകാലിയാണ് എന്ന് മാത്രമേ ജബ്ബാറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ.